ഇതിന്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങി വരുമെന്ന് എനിക്കറിയായിരുന്നു. എടാ, ഇവിടെ അച്ഛനും ചേട്ടനും ഒക്കെ ഉണ്ട്. അവരെങ്ങനെ നിന്നെ ഇപ്പൊ കണ്ട ഇവിടെ കൊലപാതകം നടക്കും. കൊലപാതകം നടത്താൻ നിന്റെ അച്ഛനും ചേട്ടനും എന്താ ആരാച്ചാരാ? കൂടുതൽ തമാശ പറയാൻ നിൽക്കാതെ നീ വന്ന കാര്യം എന്താന്ന് പറ. നല്ലൊരു അവസരമല്ലേ നീ പാഴാക്കി കളഞ്ഞേ. അപ്പൊ പാറു രക്ഷിച്ചതേ ഒരു ജീവൻ മാത്രമല്ല, ഞങ്ങൾ 5 പേരുടെയും കൂടി ജീവനാ. അത് നീ മനസ്സിലാക്കണം. മോനെ ഗിരിയേ. ചേട്ടത്തി കൊച്ചിന്റെ ചേട്ടത്തി കേറി വാ. മോളെ ചേട്ടത്തിക്ക് ഒരു ചായ. അയ്യോ ഒന്നും വേണ്ട മോനെ, ഞാനിപ്പോ വന്നതേ നാളത്തെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനാ. അത് ഓർമ്മയുണ്ട് ചേട്ടത്തി. നാളെ കൃത്യം 10 മണിക്ക് തന്നെ ചെക്കനും കൂട്ടനും രത്നയെ പെണ്ണ് കാണാൻ ഇങ്ങെത്തും. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ സമയത്ത് തന്നെ ഇവിടെ റെഡിയായിരിക്കണം. വൈകിപ്പിക്കരുത്. എല്ലാം കൃത്യമായിരിക്കും. ഞാൻ ഇറങ്ങുക. ഇതുവഴി പോയപ്പോ ഇക്കാര്യം നേരിട്ടൊന്ന് പറയാമെന്ന് കരുതി കേറിയതാ. മോളെ ഇങ്ങ വന്നേ. നാളെ എല്ലാം ഭംഗിയായി നടക്കും കേട്ടോ. മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. പോട്ടെ. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഏട്ടത്തി അതങ്ങ് വിട്ടെ. നീ എന്തോന്ന് പോക്കായി പോയത്? ഗിരി ബോധം കെട്ട് വീണെന്ന് പറഞ്ഞപ്പോ ഒരു ഒറ്റ ഓട്ടമായിരുന്നു. മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. എന്തായാലും പാർവതി അവിടെ തക്ക സമയത്തുണ്ടായിരുന്നു. നന്നായി അല്ലേ? അതെ അതെ അതെ. വന്നേ, ഇങ്ങോട്ട് വരാൻ. വെട്ടവും വെളിച്ചവും ഇല്ലാതെ രാത്രി ഇങ്ങനെ ഇറങ്ങി ഓടിയാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാ. എന്നെ ഇട്ട് ഓട്ടിക്കാനായിട്ട്. എന്നെ നാണം കെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കില് ഇനി നീ നിന്റെ അമ്മയെ ജീവനോടെ കാണില്ല. കൊല്ലും. ഇങ്ങനെ മുഖം കറുപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ദ്രജിത്തുമായുള്ള നിന്റെ വിവാഹം അതിൻ്റെതായ സമയത്ത് നടന്നിരിക്കും. നീ എന്താടി നോക്കി പിടിപ്പിക്കുന്നോ? നിന്റെ അഹങ്കാരവും തന്നിഷ്ടമൊക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോണം. എങ്ങോട്ടാടി പോന്നെ? നീ എങ്ങോട്ടാ പോന്നെ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. പറഞ്ഞു തന്നെയാണല്ലോ ചേട്ടൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കേട്ടു. കേട്ടാ മാത്രം പോരാ, അനുസരിക്കണം. ഇന്ന് കാണിച്ചതുപോലെ ഒരു തെറ്റ് ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പാ. ഇതൊക്കെ എത്ര പ്രാവശ്യം വിശദീകരിക്കണം? ഒരെണ്ണം വെച്ച് തന്നോണ്ടല്ലോ. മര്യാദക്കൂടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ പെണ്ണ. നിന്നെ പട്ടണത്തിലയച്ച് പഠിപ്പിച്ചത് എല്ലാത്തിനും കാരണം. നകുല, കൊറേ നേരം ആയാലോ നീ ഇവിടെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ട്. അമ്മ ഇവളും എന്റെ ജീവനെ കരുതിയിട്ടാണെങ്കിലും ഇന്ദ്രജിത്തുമായുള്ള കല്യാണത്തിന് ഇവള് സമ്മതിച്ചല്ലോ. പിന്നെന്താ? അച്ഛനെ കൊണ്ട് അമ്മയുടെ കഴുത്തി തോക്ക് വെപ്പിക്കേണ്ട കാര്യം ഇവൾക്കുണ്ടായിരുന്നോ? നകുല, അതെല്ലാം കഴിഞ്ഞു. നീ ഇപ്പൊ ഇവൾക്ക് കുറച്ച് സ്വസ്ഥത കൊടുക്ക്. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തായാലും പാറു അച്ഛനെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എടാ, നാളെ രത്നയുടെ പെണ്ണുകാണൽ ചടങ്ങാണ്. നീയും കൂടി വരണം. 10 മണി കഴിയുമ്പോ ചെക്കൻകുട്ടിൽ എത്തുമെന്നാ ഗിരി പറഞ്ഞത്. ആ നേരത്ത് നമ്മൾ അവിടെ ഉണ്ടാവണം. അമ്മ, ഞാൻ എവിടേക്കും ഇല്ല. അതെന്താ നിനക്ക് കൂടെ വന്നാല്? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറൊരുത്തും പെണ്ണ് കാണാൻ വരുന്നത് ഞാൻ കണ്ടു നിൽക്കണം. നീ എന്താ ഒന്നും മിണ്ടാതെ?
അമ്മ പോയാൽ മതി. നീയും കൂടി വരണം, വന്നേ പറ്റൂ. അമ്മേ, എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. എടാ, ഗിരിയും രത്നയൊക്കെ നിന്നെ അവിടെ പ്രതീക്ഷിക്കും. അമ്മേ, ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വന്നാലും ഇല്ലെങ്കിലും അവിടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കും. പെണ്ണുകാണൽ ചടങ്ങ് മാത്രം നടക്കൂ. രത്നയുടെ കഴുത്തിലൊരുത്തൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ നഗരം തന്നെ ആയിരിക്കും. എടാ നീ പറു, നിന്നോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതല്ലേ? നീ എങ്ങനെ വരണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ സിറ്റുവേഷൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി. ഏതായാലും ഞാൻ വന്നു. എന്റെ ബൈക്കിന്റെ ഹോൺ കേട്ടപ്പോൾ നീ കൃത്യമായിട്ട് ഇറങ്ങി വന്നല്ലോ, അത് മതി. ഇതിന്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എടാ, ഇവിടെ അച്ഛനും ചേട്ടനും ഒക്കെ ഉണ്ട്. അവരെങ്ങനെ നിന്നെ ഇപ്പൊ കണ്ട ഇവിടെ കൊലപാതകം നടക്കും. കൊലപാതകം നടത്താൻ നിന്റെ അച്ഛനും ചേട്ടനും എന്താ ആരാച്ചാരാ? കൂടുതൽ തമാശ പറയാൻ നിൽക്കാതെ നീ വന്ന കാര്യം എന്താന്ന് പറ. നല്ലൊരു അവസരമല്ലേ നീ പാഴാക്കി കളഞ്ഞേ? പഠിച്ച കോളേജിൽ തന്നെ പീഡിയാട്രിക് റെസിഡന്റ് ആവാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ നീ അല്ലാതെ വേറെ ആരെങ്കിലും അത് വേണ്ടാന്ന് വെക്കോ? ഇനി ഈ നാട്ടിൽ നിന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? അത് നീ ആ ചാൻസ് നഷ്ടപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നേരിട്ട് നിന്നെ വന്ന് കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. അതാ ഈ രാത്രിയിൽ തന്നെ വന്നേ. ഇതിനേക്കാൾ വലിയ വിഷയം ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്ത് വിഷയം? അത് ഓരോരോ തോന്നല്.